Hello everyone, welcome back to my channel. Today we are going to discuss second standard mathematics textbookile Unit 10 Pretty Relations എന്ന പാഠഭാഗമാണ്. First activity bead game. ചോദ്യം വായിക്കാം. There is a heap of beads. Each player takes some. If they can be split into sets of 2 with nothing over, then the player gets a point. കുറേ മുത്തുകളുടെ ഒരു കൂമ്പാരമുണ്ട്. ഒരാൾക്ക് കുറേ എണ്ണം എടുക്കാം. ഓരോ കളിക്കാർക്കും കുറേ എണ്ണം എടുക്കാം. കിട്ടിയ മുത്തുക്കൾ ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. മനസ്സിലായോ മക്കളെ? ഓരോ കളിക്കാർക്കും കിട്ടിയ മുത്തുകൾ 2 വീതമുള്ള കൂട്ടങ്ങളാക്കണം. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ 10 മുത്താണ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 5 5 എന്ന് ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ബാക്കി വരുമോ? 5 5 ആക്കിയപ്പോൾ ബാക്കി വരത്തില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ബാക്കി വരാതെ കിട്ടിക്കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. സുമ ഗോട്ട് 16 ബീഡ്സ്. ദസ് ഷീ ഗെറ്റ് എ പോയിന്റ്. സുമയ്ക്ക് 16 മുത്തുകൾ കിട്ടി. സുമയ്ക്ക് പോയിന്റ് കിട്ടുമോ? മക്കളെ, 16 മുത്തുകളെ നമുക്ക് 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ പറ്റും. 8ഉം 8ഉം അല്ലേ? അപ്പോൾ സുമയ്ക്ക് പോയിന്റ് കിട്ടും. അത് ശ്രദ്ധ നോക്കൂ. സി ഹൗ മെനി ബീഡ്സ് അതേഴ്സ് ഗോട്ട്. മറ്റു കൂട്ടുകാർക്ക് കിട്ടിയ എണ്ണം നോക്കൂ. 7, 22, 11, 10, 12, 14, 25, 18, 20, 19. Which of these can be split into sets of 2 without anything remaining? ഇവയിൽ ഏതൊക്കെ എണ്ണം മുത്തുകളാണ് ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിയുന്നത്? മക്കളെ, ഒരു വലിയ സംഖ്യ കിട്ടുമ്പോൾ അത് 2 വീതം കൂട്ടമാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആ സംഖ്യ, നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 0, 2, 4, 6, 8 എന്നീ അക്കങ്ങൾ ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവയെ നമുക്ക് കൃത്യമായി 2 വീതം കൂട്ടങ്ങളാക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ നോക്കാം. 22, 10, 12, 14, 18, 20. And which of them leave 1 when split into sets of 2? 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്നത് ഏതൊക്കെ എണ്ണമാണ്? ഇത് കണ്ടുപിടിക്കേണ്ട എളുപ്പവഴി എന്താണെന്ന് പറയട്ടെ. കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ സംഖ്യ 1, 3, 5, 7 or 9 ഇതിലേതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ ബാക്കി 1 വരും. 2 കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി 1 വരുന്ന സംഖ്യയായിരിക്കും. ഇവിടെ വരുന്ന ആൻസർ നോക്കാം. 7, 11, 25, 19. എടുത്തു നോക്കൂ. റൈറ്റ് സം അതർ നമ്പേഴ്സ്. മറ്റു ചില സംഖ്യകൾ എഴുതൂ. 5, 17, 21, 15, 26, 9, 38, 54. Leaving 1 when divided into sets of 2. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 5, 17, 21, 15, 9. ഒറ്റക്കോളത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. വിത്തൗട്ട് റിമൈനിങ് വെൻ ഡിവൈഡഡ് ഇൻറ്റു സെറ്റ്സ് ഓഫ് 2. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി വരാത്ത സംഖ്യകൾ. 26, 38, 54. നോക്കൂ, ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൺ നമ്പേഴ്സിൻ്റെയും പാറ്റേൺ തന്നിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ സംഖ്യകൾ. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. അതായത് 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്നവയാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. അത് 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി വരാത്തവയാണ് ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഫസ്റ്റ് പാറ്റേൺ 1, 3, 5, 7, 9, 11, 13 are called odd numbers. 2, 4, 6, 8, 10, 12, 14 are called even numbers. Next activity, sum of digits. Mia is thinking about problems to ask at the maths club meeting. ഗണിത ക്ലബിൽ പറയാൻ പറ്റിയ കണക്കുകൾ ആലോചിക്കുകയാണ് മിയ. മിയ എന്താ പറയുന്നത്? എനി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. രസമുള്ള കണക്കുകൾ വല്ലതും പറയാമോ? അപ്പോൾ ആൺകുട്ടി പറയുകയാണ്, ഹൗ അബൌട്ട് ദിസ്? ഫൈൻഡ് എ 2-digit number with sum of digits 10. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന ഒരു 2 അക്ക സംഖ്യ പറയൂ. മിയ പറയുകയാണ് 19.
1 and 9 is 10. Like this, right? മിയ ആൻസർ പറഞ്ഞു. എന്താ? 19 അല്ലേ? 1ഉം 9ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 10. ഫൈൻഡ് സം മോർ ലൈക്ക് ദിസ്. ബാക്കിയുള്ളവ കൂടി കണ്ടുപിടിക്കൂ. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് ആഡ് അപ്പ് ടു 10. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന രണ്ടക്ക സംഖ്യകൾ നോക്കൂ. 19, 91, 28, 82, 37, 73, 46, 64, 55. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിച്ച സംഖ്യകൾ ക്രമമായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാം. 19, 28, 37, 46, 55, 64, 73, 82, 91. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വൺ നമ്പർ ആൻഡ് ദ നെക്സ്റ്റ്? അതായത് മക്കളെ, ഇവയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ മക്കളെ, അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഉത്തരം 9 കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് ചേഞ്ച് ദ ഓർഡർ. സി വാട്ട് മിയ ഹാസ് റിട്ടൺ ഇൻ ദ ചാർട്ട്. മിയ ചാർട്ടിൽ എഴുതിയത് നോക്കൂ. 8 + 9 = 17. 9 + 8 = 17. 23 + 11 = 34. 11 + 23 = 34. 45 + 23 = 68. 23 + 45 = 68. മിയ പറയുന്നത് നോക്കൂ. ലുക്ക് അറ്റ് ദിസ് ബ്രോ, വാട്ട് ഡു യു സീ? ചേട്ടാ, ഇത് നോക്കൂ, എന്ത് മനസ്സിലായി? ചേട്ടൻ പറയുകയാണ്, ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് നമ്പേഴ്സ് ഡസൻ ചേഞ്ച് ദ സം. അതായത് സംഖ്യകളുടെ ക്രമം മാറിയാലും തുക മാറുന്നില്ല. അതായത് മക്കളെ, രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ, അതായത് 8 + 9 = 17. അതിനെ തന്നെ നമ്മൾ ക്രമം മാറ്റി എങ്ങനെയാ? 9 + 8 = 17 എന്ന് മാറ്റിയാലും അതിൻ്റെ തുക മാറുമോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചെക്ക് അതർ സംസ്, റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. 10 + 11 = 21. 11 + 10 = 21. 30 + 20 = 50. 20 + 30 = 50. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആഡിങ് വൺ നമ്പർ ടു ദ നെക്സ്റ്റ്. അടുത്തടുത്ത സംഖ്യകളുടെ തുക. ചോദ്യം നോക്കൂ. മിയ ആൻഡ് ഫ്രണ്ട്സ് ആഡഡ് ഈച്ച് നമ്പർ ടു ദ നെക്സ്റ്റ് ആൻഡ് റോട്ട് ഡൗൺ ദ സംസ്. ക്യാൻ യു കണ്ടിന്യൂ ദിസ്? മിയയും കൂട്ടുകാരും അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ കൂട്ടി എഴുതിയത് നോക്കൂ. തുടർന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 + 2 = 3. 2 + 3 = 5. 3 + 4 = 7. 6 + 7 = 13. 8 + 9 അതിൻ്റെ ആൻസർ നാം എഴുതണം. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. 8 + 9 = 17. 10 + 11 = 21. 12 + 13 = 25. 15 + 16 = 31. അടുത്ത ചോദ്യം നോക്കൂ. നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ സംസ്. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് വൺ നമ്പർ ടു ദ നെക്സ്റ്റ് നമ്പർ ഈസ് ആൾവേസ് ആൻ ഓഡ് നമ്പർ. അതായത് ഒരു സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും തമ്മിലുള്ള തുക എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഓഡ് നമ്പേഴ്സ്. വാട്ട് അബൌട്ട് ആഡിങ് ടു ഓഡ് നമ്പേഴ്സ്? മിയ ആസ്ക്ഡ്. ദേ കാൽക്കുലേറ്റ് സം സച്ച് സംസ്. ക്യാൻ യു ഡു ദ റിമൈനിങ്? ഇനി രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാലോ? മിയ ചോദിച്ചു. അവർ കൂട്ടിയെഴുതി. തുടർന്നുള്ള സംഖ്യകൾ നിങ്ങളും കൂട്ടിയെഴുതൂ. ഇതാണ് ചോദ്യം. 1 + 3 = 4. 3 + 5 = 8. ബാക്കി നമുക്ക് എഴുതാം. 7 + 5 = 12. 3 + 9 = 12. 11 + 7 = 18. 13 + 5 = 18. 15 + 7 = 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ്? അതായത് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? ദ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് ആൾവേസ് ആൻ ഈവൺ നമ്പർ.
രണ്ട് ഒറ്റസംഖ്യകളുടെ തുക ഒരു ഇരട്ടസംഖ്യയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നൗ ആഡ് 2 ഈവൺ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സം? ഇനി രണ്ട് ഇരട്ടസംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കൂ. തുകയുടെ പ്രത്യേകത എന്താണ്? നോക്കൂ മക്കളെ. 2 + 4 = 6. 4 + 6 = 10. 8 + 10 = 18. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ട് ഇരട്ടസംഖ്യകളുടെ തുക ഒരു ഇരട്ടസംഖ്യ തന്നെയായിരിക്കും. The sum of two even numbers is always an even number. Next question നോക്കാം. What about the sum of an odd number and an even number? അതായത് ഇനി ഒരു ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും തമ്മിൽ കൂട്ടി നോക്കിയാലോ? 1 + 2 = 3. 3 + 8 = 11. 8 + 5 = 13. മക്കളെ, ഒരു ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയുമായി കൂട്ടിയപ്പോൾ ഉത്തരമായിട്ട് വന്നത് ഒറ്റസംഖ്യയാണ്. The sum of an odd number and an even number is always an odd number. Next activity. Let's subtract again and again. Sumi has 16 rupees. She bought a pen for 5 rupees and a pencil for 3 rupees. How much does she have now? അതായത് മക്കളെ, സുമിയുടെ കയ്യിൽ 16 രൂപയുണ്ട്. 5 രൂപയ്ക്ക് പേന വാങ്ങി, 3 രൂപയ്ക്ക് ഒരു പെൻസിലും വാങ്ങി. ഇനി സുമിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. മണി ഷി ഹാഡ് 16 rupees. മണി സ്പെൻഡ് ഫോർ പെൻ, അതായത് പേനയ്ക്ക് ചിലവായ രൂപ 5 rupees. റിമൈനിങ് മണി, ബാക്കി വന്ന രൂപ, അതായത് 16 രൂപയിൽ പേനയ്ക്ക് ചിലവായ തുക പോയിട്ട് ബാക്കി വന്നത് എത്രയാ? 16 - 5 = 11 rupees. അടുത്ത് മണി സ്പെൻഡ് ഫോർ പെൻസിൽ. ഇനി പെൻസിൽ വാങ്ങിയില്ലേ, ആ പെൻസിലിന് ചിലവായ രൂപ എത്രയാണ്? 3 rupees. റിമൈനിങ് മണി, എത്രയാ ബാക്കിയുള്ള മണി? 11 - 3 8 rupees. മക്കളെ, ഇപ്പോൾ സുമിയുടെ കയ്യിൽ 8 rupees ആണ് ഉള്ളത്. ലുക്ക് അറ്റ് ദ യെല്ലോ ബോക്സ്. യെല്ലോ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഹൗ ഐ ഡിഡ്, ഞാൻ ചെയ്തത്. Had 16 rupees at first. Spent 5 + 3 = 8 rupees to buy pen and pencil. Now she has 16 - 8 = 8 rupees. കയ്യിലുണ്ടായിരുന്നത് 16 രൂപ. പേനയും പെൻസിലും വാങ്ങിയപ്പോൾ 5 + 3 = 8 rupees. 8 രൂപ ചിലവായി, ബാക്കി 8 രൂപ ഉണ്ട്. മക്കളെ, ഒരു യെല്ലോ ബോക്സിൽ എന്തോ എഴുതിയിരിക്കുന്നു നോക്കാം. Taking away 5 and then 3 from 16 or taking away 8 from 16 leaves the same number. അതായത് 16 നിന്ന് 5ഉം 3ഉം കുറച്ചാലും 16 നിന്ന് 8 കുറച്ചാലും കിട്ടുന്നത് ഒന്ന് തന്നെ, സെയിം നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What if we take away 7 and then 3 from 24? 24 നിന്ന് 7ഉം 3ഉമാണ് കുറയ്ക്കുന്നതെങ്കിലോ? What number do we take away from 24 once? 24 നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണം? നമുക്ക് 7ഉം 3ഉം കൂട്ടുക. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ ഈ 10നെ 24 നിന്ന് കുറയ്ക്കാം. 24 - 10 = 14 ആൻസർ കിട്ടും. ഇവിടെ ചോദ്യം 24 നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണമെന്നാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 10 തന്നെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടു ടേക്ക് അവേ 10 ആൻഡ് ദെൻ 6 ഫ്രം 46. വാട്ട് നമ്പർ ഡു വി ടേക്ക് അവേ ഫ്രം 46? വൺസ് ഇൻസ്റ്റഡ്. 46 നിന്ന് 10ഉം 6ഉം കുറയ്ക്കുന്നതിന് പകരം 46 നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണം? 10ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16 അല്ലേ? അപ്പം നമുക്ക് ഈ 16 10 + 6നെ കൂട്ടുമ്പോൾ 16 കിട്ടും. ഈ 16നെ നമുക്ക് 46 നിന്ന് കുറയ്ക്കാം. മക്കളെ, 46 നിന്ന് 16 കുറച്ചാൽ എത്രയാ ഉത്തരമായിട്ട് കിട്ടുക? ആൻസർ 30. നെക്സ്റ്റ് ആക്ടിവിറ്റി. ആഡ് ആൻഡ് ഗോ അഹെഡ്. കൂട്ടി പോകാം. സീ ദ നമ്പേഴ്സ് മിയ ഹാസ് റിട്ടൺ ഇൻ ഓർഡർ. മിയ ചില സംഖ്യകൾ ക്രമത്തിൽ എഴുതിയത് നോക്കൂ. 1 3 5 7. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ്. തുടർന്നുള്ള സംഖ്യകൾ എഴുതുക. മക്കളെ, ഇവിടെ വരുന്നത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? ഇത് ഓഡ് നമ്പേഴ്സിന്റെ പാറ്റേൺ ആണ്. ബാക്കി വരുന്ന നമ്പേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യാം. 9 11 13. മജന്ത കളർ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫൈൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ സംഖ്യകളുടെ പ്രത്യേകത കണ്ടുപിടിക്കൂ.
യെല്ലോ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് ആഡിങ് 2 എഗെയിൻ ആൻഡ് എഗെയിൻ. ഒന്നിനോട് 2 വീതം കൂടിപ്പോകുന്ന സംഖ്യകൾ, കൂടാതെ ഓഡ് നമ്പേഴ്സും കൂടിയാണ്. നെക്സ്റ്റ് പേജിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നൗ സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് ആഡ് 2 എഗെയിൻ ആൻഡ് എഗെയിൻ. അതായത് 2നോട് 2 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. ഇവിടെ തന്നിട്ടുള്ള പാറ്റേൺ എന്താ? 2, 4, 6. 6നോട് 2 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 8നോട് 2 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10നോട് 2 ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അപ്പോൾ മിയ എന്താ പറയുന്നത്? ദീസ് ആർ ദ ഈവൺ നമ്പേഴ്സ്. ഇവ എന്താണ്? ഇരട്ട സംഖ്യകളാണ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. വാട്ട് അബൌട്ട് സ്റ്റാർട്ടിങ് വിത്ത് 5 ആൻഡ് ആഡിങ് 5 എഗെയിൻ ആൻഡ് എഗെയിൻ? 5നോട് 5 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. ഇത് 5 വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. 5നോട് 5 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടി. 10നോട് 5 ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടി. 15നോട് 5 ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടി. 20യോട് 5 ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടി. 25നോട് 5 ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് 0 ഓർ 5. ഈ സംഖ്യകളുടെ അവസാന അക്കം എപ്പോഴും 0 അല്ലെങ്കിൽ 5 ആയിരിക്കും. പിന്നെ മക്കളെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. 5ൻ്റെ ഗുണിതങ്ങളാണ്. മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റാർട്ടിങ് വിത്ത് 10 ആൻഡ് ആഡിങ് 10 എഗെയിൻ ആൻഡ് എഗെയിൻ. 10നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യാക്രമം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ 10, 20, 30, 40, 50, 60, 70, 80, 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് 0 ആസ് ദ സെക്കൻഡ് ഡിജിറ്റ്? രണ്ടാമത്തെ അക്കം 0 ആയ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അറിയാൻ മുകളിൽ നമ്മൾ എഴുതിയില്ലേ, അത് എണ്ണി നോക്കിയാൽ മതി. എത്രയാ? 9 നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ബൈ ആഡിങ് 10 to 1 ആൻഡ് സോ ഓൺ. 1നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന പാറ്റേൺ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1നോട് 10 ആഡ് ചെയ്യുമ്പോൾ 11 ആകും. 11നോട് 10 ആഡ് ചെയ്യുമ്പോൾ 21 ആകും. 21നോട് 10 ആഡ് ചെയ്യുമ്പോൾ 31 ആകും. 31നോട് 10 ആഡ് ചെയ്യുമ്പോൾ 41 ആകും. 41നോട് 10 ആഡ് ചെയ്യുമ്പോൾ 51 ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് 1 ആസ് ദ സെക്കൻഡ് ഡിജിറ്റ്? അതായത് രണ്ടാമത്തെ അക്കം 1 ആയ രണ്ടക്ക സംഖ്യകൾ എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലുക്ക്, ടോട്ടൽ 9 നമ്പേഴ്സ് ഉണ്ട്. ചോദ്യം നോക്കൂ. റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 7 ഇൻ ദ ഓവൽസ്. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ എ ലൈൻ മസ്റ്റ് ബി 12. ഈച്ച് നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ ഓവലുകളിൽ എഴുതുക. ഒരേ വരയിലുള്ള 3 എണ്ണം കൂട്ടിയാൽ തുക 12 ആകണം. എഴുതിയ സംഖ്യകൾ വീണ്ടും വീണ്ടും എഴുതാൻ പാടില്ല. ഇതൊരു പസിലാണ്. ഇവിടെ ഞാൻ പസിൽ കംപ്ലീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു സംഖ്യയും ആവർത്തിക്കുന്നില്ല. 5, 4, 3 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 1, 5, 6 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 2, 3, 7 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 1, 4, 7 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 2, 4, 6 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി. ലുക്ക് അറ്റ് ദ പാറ്റേൺസ് ബിലോ. താഴെയുള്ള പാറ്റേണുകളൊന്ന് നോക്കൂ. ഇൻ വിച്ച് ഓഫ് ദം ആർ ദ നമ്പേഴ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ? സ്മാൾ ടു ലാർജ്. ടിക്ക് ദെയർ ബോക്സസ്. ചുവടെയുള്ള സംഖ്യാ പാറ്റേണുകളിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി ഉള്ളത് അവയ്ക്ക് എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 25, 28, 31, 34, 37. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് നൽകാം. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 82, 78, 74, 72, 68 ആണ്. ഇത് കറക്റ്റ് ഓർഡറാണോ? അല്ല. ഇത് ലാർജിൽ നിന്ന് സ്മാളിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ? നമുക്ക് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലേ? സ്മാൾ ടു ലാർജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വരില്ല. നെക്സ്റ്റ് പാറ്റേൺ 63,
62, 61, 60, 29. ഈ പാറ്റേൺ ലാർജ് ടു സ്മോൾ ആണ്. നമുക്ക് വേണ്ടത് സ്മാൾ ടു ലാർജ് ആണ്. അപ്പോൾ ഇത് വരില്ല. നെക്സ്റ്റ് പാറ്റേൺ 52, 58, 64, 70, 76. ഈ പാറ്റേൺ സ്മാൾ ടു ലാർജ് ആണ്. അപ്പോൾ ഇവിടെ ടിക്ക് നൽകാം. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 43, 46, 42, 45, 41. ഈ പാറ്റേൺ വരില്ല. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 79, 80, 81, 82, 83. ഇത് സ്മാൾ ടു ലാർജ് ആണ്. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് നൽകാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ പാറ്റേൺസ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. സംഖ്യാക്രമത്തിലെ വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 10, 18, 26, 34. ഇവിടെ എന്താ ഒരു പ്രത്യേകതയുണ്ട്? ഇൻക്രീസ്ഡ് ബൈ 8, അതായത് 8 വീതം കൂടിയാണ് വരുന്നത്. അപ്പോൾ 34 + 8 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 42. 42വിനോട് 8 കൂട്ടുമ്പം 50 കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് പാറ്റേൺ നോക്കാം. 9 വീതം ഇൻക്രീസ് ചെയ്ത് വരുന്ന പാറ്റേൺ. 31, 40, 49. അപ്പോൾ 49നോട് 9 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 58. 58നോട് 9 ആഡ് ചെയ്യുമ്പോൾ 67 കിട്ടും. തേർഡ് പാറ്റേൺ നോക്കൂ. 88, 82, 76, 70. ഇവിടെ നോക്കൂ, 6 വീതം കുറഞ്ഞാണ് വരുന്നത്. 70യോട് 6 കുറച്ചാൽ എത്ര കിട്ടും? 64. ഫോർത്ത് പാറ്റേൺ 56, 60, 64. ഇവിടെ 4 വീതം ഇൻക്രീസ് ആയി വരുന്നു, അതായത് 4 വീതം കൂടി വരുന്നു. 64നോട് 4 ആഡ് ചെയ്യുമ്പോൾ 68 കിട്ടും. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. 95, 89, 83, 77. ഇവിടെ 6 വീതം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ 77നോട് 6 കുറഞ്ഞാൽ എത്ര കിട്ടും? 71. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. സംഖ്യകൾ ഉണ്ടാക്കാം. മിയ ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് നമ്പേഴ്സ് യൂസിങ് ഡിജിറ്റ്സ്. ഈച്ച് ക്യാൻ ടേക്ക് 2 cards and make 2-digit numbers using these cards. മക്കൾ എവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മിയയും കൂട്ടുകാരും അക്കങ്ങൾ ഉപയോഗിച്ച് സംഖ്യകൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് 2 കാർഡുകൾ എടുക്കാം. അവ ഉപയോഗിച്ച് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. അപ്പം മിയയ്ക്ക് കിട്ടിയ നമ്പേഴ്സാണ് 3, 5 കേട്ടോ. 3ഉം 5ഉം മിയയ്ക്ക് കിട്ടിയ നമ്പേഴ്സാണ്. നമ്പേഴ്സ് മിയ മെയ്ഡ്. മിയ ഉണ്ടാക്കിയ 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 35, 53. ഹിയർ ആർ ദ കാർഡ്സ് സം അതേഴ്സ് ഗോട്ട്. റൈറ്റ് ദ 2-digit numbers they made. ചില കൂട്ടുകാർക്ക് കിട്ടിയ കാർഡുകളാണ് ചുവടെയുള്ളത്. അവർ ഉണ്ടാക്കിയ 2 അക്ക സംഖ്യകൾ എഴുതൂ. ഇവിടെ തന്നിട്ടുള്ള കാർഡുകൾ ഏതൊക്കെയാണ്? ഇവിടെ 3 പേർക്ക് കിട്ടിയ കാർഡുകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആൾക്ക് 2, 6 ആണ് കിട്ടിയത്. രണ്ടാമത്തെ ആൾക്ക് 9, 8. മൂന്നാമത്തെ ആൾക്ക് 5, 0. അവരുണ്ടാക്കിയ 2-digit numbers നോക്കാം. ഒന്നാമത്തെ ആൾ 26, 62 എന്ന 2-digit numbers ഉണ്ടാക്കി. രണ്ടാമത്തെ ആൾ 98, 89 എന്നീ 2-digit numbers ഉണ്ടാക്കി. മൂന്നാമത്തെ ആൾക്ക് കിട്ടിയ കാർഡുകൾ 5, 0 ഉണ്ടാക്കാൻ പറ്റിയ 2-digit നമ്പർ 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 2-digit numbers ക്യാൻ ബി മെയ്ഡ് വിത്ത് 4 and 5 നോട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്. 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ഏതെല്ലാം 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ആൻസർ 45, 54. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ആവർത്തിച്ച് ഉപയോഗിച്ചാലോ? ആവർത്തിച്ച് ഉപയോഗിച്ചാൽ 44, 45, 54, 55 എന്നീ 4 2 അക്ക സംഖ്യകൾ കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർത്ത് കോട്ട. മക്കളെ ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഗെയിമിൻ്റെ നിർദ്ദേശങ്ങൾ വായിക്കാം. എ ഗെയിം ഫോർ 3. 3 പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഡ്രാ എ ലൈൻ ഫ്രം എ നമ്പർ ടു എ നിയർ ബൈ നമ്പർ. ഒരു വട്ടത്തിൽ നിന്ന് അടുത്ത വട്ടത്തിലേക്ക് വരയ്ക്കുക. നോ ഡയഗണൽ ലൈൻസ്. ചരിഞ്ഞ വരകൾ വരയ്ക്കരുത്. ആഡ് ദ നമ്പേഴ്സ്. അതിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതർ ടു ഡു ദ സെയിം. മറ്റു 2 പേര് 3 പേർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം അല്ലേ. അപ്പം മറ്റു 2 പേര് ഇതുപോലെ ചെയ്യുക. റൈറ്റ് ദ സംസ് ഇൻ ഓർഡർ ലാർജ് ടു സ്മോൾ. 3 പേരും ചെയ്ത ശേഷം ഉത്തരമായി കിട്ടിയ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. ദ ലാർജസ്റ്റ് ഗെറ്റ്സ് 5 points, the next 3 points and the smallest 1 point.
എന്നിട്ട് സംഖ്യകളുടെ വലുപ്പത്തിനനുസരിച്ച് 5, 3, 1 എന്നിങ്ങനെ പോയിന്റ് കിട്ടും. അതായത് ഏറ്റവും ലാർജ് നമ്പർ കിട്ടിയ കുട്ടിക്ക് 5 പോയിന്റ്, അതിനെക്കാട്ടിലും ഇത്തിക്കൂടെ ചെറിയ സംഖ്യ കിട്ടിയ കുട്ടിക്ക് 3 പോയിന്റ് കിട്ടും. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കിട്ടിയ കുട്ടിക്ക് 1 പോയിന്റ് കിട്ടും. ഇങ്ങനെ കളി തുടരുമ്പോൾ എ സ്ക്വയർ ജോയിനിങ് നിയർ ബൈ നമ്പേഴ്സ് ഈസ് എ ഫോർത്ത്. അടുത്തടുത്ത സംഖ്യകൾ ചേർത്ത് ചതുരം വരച്ചാൽ ഒരു കോട്ട കെട്ടാം. എ പ്ലെയർ കംപ്ലീറ്റിംഗ് എ ഫോർത്ത് ഗെറ്റ്സ് അഡീഷണൽ 10 പോയിന്റ്സ്. കോട്ട മുഴുവനാക്കുന്ന കുട്ടിക്ക് അധികമായി 10 പോയിന്റ് കൂടി കിട്ടും. യുവർ ടീച്ചർ വിൽ ടെൽ യു മോർ അബൌട്ട് ദ ഗെയിം. കൂടുതൽ കാര്യങ്ങൾ ടീച്ചറിനോട് ചോദിക്കൂ, കളിക്കൂ. ഇതോടുകൂടി ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ അവസാനിച്ചു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ചെയ്യുക.